ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് വോട്ടർ ഐ ഡി കാർഡിൽ ഡിലീറ്റ് ഓപ്ഷൻ, അതായത് ഓൾറെഡി 2 വോട്ടർ ഐ ഡി കാർഡ് ഉള്ള വ്യക്തികളോ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് നിലവിൽ ഡിലീറ്റ് ചെയ്യേണ്ട വ്യക്തികൾക്കോ എങ്ങനെ ഡിലീറ്റ് ആപ്ലിക്കേഷൻ ചെയ്യാമെന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുക. ഇതിൽ വോട്ടേഴ്സ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. വോട്ടർ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന വെബ് പോർട്ടലാണ് വോട്ടേഴ്സ് പോർട്ടൽ എന്ന് പറയുന്നത്. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ voters.esi.gov.in എന്നുള്ള ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. ഓൾറെഡി വോട്ടേഴ്സ് ഐ ഡിയുടെ സൈറ്റിൽ പ്രൊഫൈലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. അതല്ല, അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ സൈറ്റിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓൾറെഡി അക്കൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ലോഗിൻ ഓപ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറും പാസ്വേഡും സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡും കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം റിക്വസ്റ്റ് OTP എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് OTP മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു OTP കൃത്യമായി കൊടുത്തതിന് ശേഷം വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേജിലേക്ക് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഫോം നമ്പർ 7 എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഡിലീഷൻ അഥവാ ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ചെയ്യേണ്ടത്. ഇതിനായിട്ട് ഒബ്ജക്ഷൻ ഫോർ പ്രൊപ്പോസ്ഡ് ഇൻക്ലൂഷൻ ഓർ ഡിലീഷൻ ഓഫ് നെയിം ഇൻ എക്സിസ്റ്റിംഗ് റോൾ എന്നുള്ള ഓപ്ഷനിൽ ഫോം നമ്പർ 7 എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ അതർ ഇലക്ടോർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ബൈ നെയിം ബൈ എപ്പിക് ഓപ്ഷൻ ഉണ്ട്. ബൈ എപ്പിക് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്യുക. എപ്പിക് നമ്പർ അഥവാ ഡിലീറ്റ് ചെയ്യേണ്ട വോട്ടർ ഐ ഡി നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് വോട്ടർ ഐ ഡി ഡീറ്റെയിൽസ് സൈറ്റിൽ വരുന്നതാണ്. അതായത് പേര്, നിയോജക മണ്ഡലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൈറ്റിൽ വരുന്നതാണ്. ഓക്കെ എന്ന് കൊടുക്കുക, പ്രൊസീഡ് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷകൻ്റെ നിയോജക മണ്ഡലം, ഡിസ്ട്രിക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. പേജിൻ്റെ താഴെ ഭാഗത്തായിട്ട് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് വരുന്ന ഭാഗത്ത് അപേക്ഷകൻ്റെ ഫോൺ നമ്പറാണ് നൽകേണ്ടത്. മൊബൈൽ നമ്പർ ബൈ സെൽഫ്, മൊബൈൽ നമ്പർ ഓഫ് റിലേറ്റീവ് ഓപ്ഷൻ അവൈലബിൾ ആണ്. സ്വന്തം നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ സെൽഫ് എന്നുള്ള ഓപ്ഷനും, അതല്ല റിലേറ്റീവിൻ്റെ നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ മൊബൈൽ നമ്പർ ഓഫ് റിലേറ്റീവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് റിലേറ്റീവിൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി കൊടുക്കേണ്ടത് ഓപ്ഷൻ ഫോർ ആപ്ലിക്കേഷൻ ഓഫ് ഒബ്ജക്ഷൻ, എന്ത് കാരണം കൊണ്ടാണ് ഡിലീറ്റ് ചെയ്യുന്നതാണ്. ഡെത്ത്, അണ്ടർ ഏജ്, ഷിഫ്റ്റിംഗ്, ഓൾറെഡി എൻറോൾഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഒന്നിലധികം തവണ എൻറോൾ ചെയ്തതുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി എൻറോൾഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി വരുന്ന ഭാഗത്ത് അപേക്ഷകൻ്റെ പേര് ഡിഫോൾട്ടായിട്ട് വോട്ടർ ഐ ഡി കാർഡിലുള്ളതുപോലെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ വോട്ടർ ഐ ഡി നമ്പറും കാണിച്ചിട്ടുണ്ടായിരിക്കും. അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിൽ അഡ്രസ് ഡീറ്റെയിൽസ് ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. ഇംഗ്ലീഷ് കറക്റ്റായിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക. മലയാളത്തിൽ വരുന്നത് കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ മലയാളം വരുന്ന ഭാഗത്ത് ഏതെങ്കിലും ഒരക്ഷരം കറക്റ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം നിലനിർത്തിയതിന് ശേഷം കീബോർഡിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം വീണ്ടും ടൈപ്പ് ചെയ്യുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും കീബോർഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്ഷരങ്ങൾ സെലക്ട് ചെയ്ത്, അതായത് ഓരോ അക്ഷരങ്ങളായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്ത് മലയാളം കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ അപേക്ഷകൻ്റെ വീട്ടുപേര്, സ്ഥലപ്പേര്, വില്ലേജ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, താലൂക്ക്, ഡിസ്ട്രിക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകേണ്ടതാണ്. വിവരങ്ങളൊക്കെ കൃത്യമായി നൽകിയതിന് ശേഷം പേജിൻ്റെ താഴെയായിട്ട് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് പ്ലേസ് എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ്റെ ലൊക്കേഷൻ ഏതാണോ അത് കൃത്യമായി ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പേജിൻ്റെ താഴെയായിട്ടുള്ള സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് വരുന്ന പേജിൽ യെസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് അപേക്ഷ ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഈ ഒരു നമ്പർ ഉപയോഗിച്ച് പിന്നീട് സൈറ്റ് വഴി ട്രാക്ക് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് അപേക്ഷയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിൽ ഇതിനു മുൻപ് പുതിയ വോട്ടർ ഐ ഡി കാർഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ നിലവിലെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ കറക്ഷനും വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോസിൻ്റെ ലിങ്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കാണുക.
വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.